നമ്മളെല്ലാവരും രുദ്രാക്ഷം യൂസ് ചെയ്യുന്നവരാണല്ലേ. ഈ രുദ്രാക്ഷത്തിന്റെ ഉത്ഭവകഥ എന്താണെന്ന് നിങ്ങൾക്കറിയോ? സാധാരണ നമുക്കറിയാവുന്നത് ഒരു മരത്തിൽ നിന്നും ഉണ്ടാകുന്ന ഒരു കായാണ് രുദ്രാക്ഷം. പക്ഷെ അതിന്റെ പുറകിൽ ഒരു കഥയുണ്ട്. നമുക്ക് ആ കഥ ഒന്ന് കേട്ടാലോ. നമ്മളെല്ലാവരും കേട്ടു വന്നേക്കുന്ന കഥ ത്രിപുരാക്ഷൻ എന്ന് പറയുന്ന ഒരു രാക്ഷസനെ കൊന്ന ശേഷമാണ് ഭഗവാൻ ശിവന് ത്രിപുരാന്തകൻ എന്ന പേര് കിട്ടി എന്നുള്ളതാണ്. എന്നാൽ ആ കഥ തെറ്റാണ്. കാരണം ത്രിപുരാക്ഷൻ എന്നുള്ളത് ഒരാളല്ല, 3 പേരാണ്. ശിവപുത്രനായ കാർത്തികേയൻ താരകാസുരനെ വധിച്ച ശേഷം താരകാസുരന്റെ മക്കളായ താരകാക്ഷൻ, കമലാക്ഷൻ, വിദ്യുമാലി 3 പേർക്കും ദേവന്മാരോട് തീരാത്ത പകയായിരുന്നു. ഇനി ഒരിക്കലും ദേവന്മാരിൽ നിന്ന് ഇവർക്ക് ആക്രമണം ഉണ്ടാവരുതെന്നും ഇനി ഉണ്ടായാൽ തന്നെ അതിനെ എതിർത്ത് തോൽപ്പിക്കാനുള്ള ഒരു ശക്തി ഉണ്ടാവാനും അവരെ 3 പേരും ബ്രഹ്മദേവനെ ഉഗ്രമായ തപസ്സനുഷ്ഠിച്ചു. വർഷങ്ങൾ നീണ്ടുനിന്ന തപസ്സിന് ശേഷം ബ്രഹ്മാവ് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും എന്ത് വരമാണ് വേണ്ടതെന്നും ചോദിച്ചു. 3 പേരും കൂടി ആലോചിച്ച ശേഷം അവർക്ക് 3 കൊട്ടാരങ്ങൾ വേണമെന്ന് പറഞ്ഞു. ഒരെണ്ണം സ്വർണം കൊണ്ട്, ഒരെണ്ണം വെള്ളി കൊണ്ട്, ഒരെണ്ണം ഇരുമ്പ് കൊണ്ട്. ഇതിൽ സ്വർണം കൊണ്ടുള്ളത് സ്വർഗത്തും വെള്ളി കൊണ്ടുള്ളത് ആകാശത്തും ഇരുമ്പ് കൊണ്ടുള്ളത് ഭൂമിയിലുമായിരിക്കണം. ഇതിൽ സ്വർണം കൊണ്ടുള്ളതും വെള്ളി കൊണ്ടുള്ളതും സഞ്ചരിക്കുന്ന കൊട്ടാരങ്ങളായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത്. മാത്രമല്ല ഈ 3 ഗോപുരങ്ങളും ഒരേ രേഖയിൽ വരുമ്പോൾ മാത്രം ഒരൊറ്റ അമ്പ് കൊണ്ട് തകർക്കാൻ പറ്റിയാൽ മാത്രമേ ഞങ്ങൾക്ക് മരണം സംഭവിക്കാൻ പാടുള്ളൂ എന്നുള്ള വരമാണ് ബ്രഹ്മദേവനോട് അവർ ആവശ്യപ്പെട്ടത്. ഇത് കേട്ട ബ്രഹ്മദേവൻ അവർക്ക് വരം നൽകുകയും പ്രശസ്ത വാസ്തുശില്പിയായ മായനെ വിളിച്ചു വരുത്തി ഈ 3 ഗോപുരങ്ങൾ പണിയാനുള്ള അനുമതി നൽകുകയും ചെയ്തു. താരകാക്ഷന് സ്വർണത്തിലും കമലാക്ഷന് വെള്ളിയിലും വിദ്യുമാലിക്ക് ഇരുമ്പിലും മായൻ കെട്ടിടങ്ങൾ പണിതു കൊടുത്തു. ആരാലും തോൽപ്പിക്കപ്പെടാതെ ഈ 3 അസുര രാജാക്കന്മാരും അസുരഗണങ്ങളുമൊത്ത് അവിടെ സന്തോഷത്തോടെ ജീവിച്ചു പോകും. ഇതറിഞ്ഞ ഇന്ദ്രനും മറ്റു ദേവഗണങ്ങൾക്കും അവരോട് അസൂയ തോന്നി. പക്ഷെ കോട്ടയ്ക്ക് കയറി അവരെ ആക്രമിക്കാൻ പറ്റില്ല എന്ന് ഇന്ദ്രദേവൻ അറിയാമായിരുന്നു. അതുകൊണ്ട് അവസരത്തിനായി ഇന്ദ്രദേവൻ കാത്തിരുന്നു. അസുരന്മാരുടെ ആഹ്ലാദവും അർമാദവും പതുക്കെ കോട്ടയ്ക്ക് വെളിയിലെത്തി. തക്കം പാർത്തിരുന്ന ഇന്ദ്രദേവൻ അവരായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചു. യുദ്ധം എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ യുദ്ധം, ഘോര യുദ്ധം. ഒടുവിൽ തോറ്റു പിന്മാറിയ ഇന്ദ്രദേവനും മറ്റു ദേവഗണങ്ങളും ബ്രഹ്മാവിൽ അഭയം പ്രാപിച്ചു. ഇത് കേട്ട ബ്രഹ്മദേവൻ താൻ അസുരന്മാർക്ക് കൊടുത്ത വരത്തെക്കുറിച്ച് ഓർത്ത് ഒരു നിമിഷം മൗനം പാലിച്ചു. ബ്രഹ്മാവിന്റെ ഈ മൗനം ദേവന്മാരിൽ കൂടുതൽ ഭീതി ഉണ്ടാക്കി. ഞങ്ങൾക്ക് ഇനി ഒരു രക്ഷയുമില്ലേ എന്നുള്ള ദേവന്മാരുടെ ചോദ്യത്തിന് നിങ്ങൾക്കുള്ള ഉത്തരം ഇനി സാക്ഷാൽ മഹാദേവന് മാത്രമേ നൽകാൻ കഴിയുള്ളൂ ബ്രഹ്മാവ് പറഞ്ഞു. ഇത് കേട്ട ദേവന്മാരെല്ലാരും കൂടി മഹാദേവനിൽ അഭയം പ്രാപിച്ചു. കാര്യം അറിഞ്ഞപ്പോൾ മഹാദേവൻ, നിങ്ങൾ അങ്ങോട്ട് പോയി പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തിരിച്ചടി കിട്ടിയതെന്ന് ചോദിച്ചു. ഇത് കേട്ട ഇന്ദ്രനും ദേവഗണങ്ങളും തലകുനിച്ച് നിൽക്കേണ്ടി വന്നു. ഇത് കേട്ട് നിന്ന് ബ്രഹ്മദേവൻ തനിക്ക് പറ്റിപ്പോയ ഒരു അബദ്ധമാണ് ഈ വരമെന്നും എങ്ങനെയെങ്കിലും ദേവന്മാരെ രക്ഷിച്ചെടുക്കണമെന്നും മഹാദേവനോട് അപേക്ഷിച്ചു. ഒടുവിൽ ദേവന്മാരുടെ അവസ്ഥയിൽ സഹതാപം തോന്നിയ മഹാദേവൻ വർഷങ്ങളോളം തപസ്സിലാണ്ടു. ഒടുവിൽ ദേവന്മാരുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരവുമായി ഭഗവാൻ കണ്ണു തുറന്ന സമയത്ത് 3 കണ്ണിൽ നിന്നും ഓരോ തുള്ളി കണ്ണുനീർ ഭൂമിയിൽ പതിച്ചു. ആ കണ്ണുനീർ തുള്ളികളിൽ നിന്നാണ് രുദ്രാക്ഷമരം ജന്മമെടുത്തത്. മഹാദേവന്റെ കണ്ണുകളെ സൂര്യനേത്രം, ചന്ദ്രനേത്രം, അഗ്നിനേത്രമായി നമ്മൾ കണക്കാക്കപ്പെടുന്നു. അതിൽ സൂര്യനേത്രത്തിൽ നിന്നും ചുവപ്പ് കളറുള്ള 12 രുദ്രാക്ഷവും ചന്ദ്രനേത്രത്തിൽ നിന്നും വെള്ള കളറുള്ള 16 രുദ്രാക്ഷവും അഗ്നിനേത്രം അഥവാ തൃക്കണ്ണിൽ നിന്ന് കറുപ്പ് കളറുള്ള 10 രുദ്രാക്ഷവും ഉണ്ടായിട്ടുള്ളതായിട്ടാണ് പുരാണങ്ങളിൽ പറയുന്നത്. രുദ്രാക്ഷം എന്നുള്ള വാക്കുണ്ടായത് രുദ് എന്ന് പറഞ്ഞ ദുഃഖം, ദുഃഖത്തെ ശമിപ്പിക്കുന്ന രുദ്രൻ. രുദ്രന്റെ അക്ഷത്തിൽ നിന്നും, അതായത് ശിവന്റെ കണ്ണുകളിൽ നിന്നും വീണ അശ്രുക്കളിൽ നിന്നാണ് രുദ്രാക്ഷം എന്നുള്ള വാക്കുണ്ടായത്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞ ശിവന്റെ കണ്ണുകളിൽ നിന്ന് വീണ അശ്രുക്കളിൽ നിന്നാണ് രുദ്രാക്ഷം എന്നുള്ള വൃക്ഷമുണ്ടായതും രുദ്രാക്ഷം എന്നുള്ള പേരുണ്ടായതും. കണ്ണു തുറന്ന ശിവൻ ഭൂമിയെ രഥമായിട്ടും ബ്രഹ്മാവിനെ അതിന്റെ സാരഥിയായും സൂര്യനെയും ചന്ദ്രനെയും അതിന്റെ ചക്രങ്ങളായിട്ടും മേരുപർവ്വതത്തെ വില്ലായിട്ടും സർപ്പദേവനായ വാസുകിയെ അതിന്റെ ഞാണായും വിഷ്ണുദേവനെ അതിന്റെ അസ്ത്രമായിട്ടും തയ്യാറാക്കാൻ ഭഗവാൻ അവരോട് അഭ്യർത്ഥിച്ചു. കൂടാതെ 3 പുരയും ഒരേ ദിശയിൽ വരുന്ന ദിവസത്തിനായി അവർ കാത്തിരുന്നു. ഇത്രയും സന്നാഹങ്ങൾ ഉണ്ടെങ്കിൽ തനിക്ക് തന്നെ ഈ കൃത്യം ചെയ്തുകൂടെ എന്നുള്ള ഒരു തോന്നൽ ഇന്ദ്രന്റെ മനസ്സിലുദിച്ചു. അപ്പോൾ തന്നെ ഇന്ദ്രന്റെ മനസ്സിലുണ്ടായ ആ ചിന്ത അദ്ദേഹത്തിന്റെ അഹങ്കാരമാണെന്ന് അഗ്നിദേവൻ അദ്ദേഹത്തെ ഓർപ്പിച്ചു കൊടുത്തു. ഒടുവിൽ ആ ദിവസം വന്നെത്തി. മഹാദേവൻ വന്ന് തേരിൽ കയറി 3 കൊട്ടാരങ്ങളെയും സൂക്ഷിച്ചു നോക്കി. ത്രിപുര നിന്ന് കത്താൻ തുടങ്ങി. ഇത് കണ്ടുനിന്ന ദേവേന്ദ്രൻ തന്റെ തെറ്റ് മനസ്സിലാക്കുകയും മഹാദേവനോട് മാപ്പപേക്ഷിക്കുകയും ചെയ്തു. പക്ഷേ സജ്ജമാക്കി വച്ചിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ത്രിപുരയെ നശിപ്പിച്ചില്ലെങ്കിൽ അത് ദേവകുലത്തിന് തന്നെ അപമാനമാകുമെന്ന് ബ്രഹ്മദേവൻ മഹാദേവനെ അറിയിച്ചു. ഒടുവിൽ ദേവകുലത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഭഗവാൻ വില്ലുകുലച്ച് ത്രിപുരയെ നശിപ്പിച്ചു. അതോടെ ദേവേന്ദ്രന്റെ അഹന്തയും അവസാനിച്ചു. ഈ ഒരു സംഭവത്തോടു കൂടിയാണ് സാക്ഷാൽ ശിവഭഗവാന് ത്രിപുരാന്തകൻ എന്നുള്ളൊരു പേര് കൂടി ഉണ്ടായത്. രുദ്രാക്ഷത്തിനെ കുറിച്ച് കൂടുതൽ അറിയുവാനും കൂടുതൽ വിവരങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി അറിയിക്കുക. നമഃശിവായ.